ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ മോൻകുട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഡ്യൂട്ടി എൻ്റെ സെൻറ്ററിലല്ല, വേറെ സെൻറ്ററിലാണ്. അപ്പം 3 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പം പോകുന്നതിന് മുന്നേ ഇവിടുത്തെ സ്ഥലം നല്ല രസമായതുകൊണ്ട് ഇവിടുന്ന് ഇൻട്രോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇനിയിപ്പം ചേച്ചി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. മോൻകുട്ടിനെ റബേക്കയും വിളിച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ഡെക്കറേഷൻ പരിപാടികളും കേക്ക് വാങ്ങുന്ന പരിപാടികളൊക്കെ ചെയ്യും. അപ്പോൾ മോൻകുട്ടിന് ഇപ്പം 8 വയസ്സായി. നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റ് ബേബിയാണ്. ഇപ്പോഴും നമുക്ക് ബേബി തന്നെയാണ്. അപ്പം മോൻകുട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടുത്തെ ഹെൽത്ത് സെൻ്ററിൻ്റെ ഫ്രണ്ടിൽ ഒരു കുളമാണ്, ഞാൻ കാണിച്ചു തരാം. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം കയറിയിട്ടുണ്ട്. ഞാൻ കുറേ തവണ വീഡിയോയിൽ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് കാണിക്കാതെ പോയതാണ്. ഇന്നാണ് നമുക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയത്. ഇന്ന് അവനെ വിളിക്കാനും വന്നത്. ഇല്ല ഇല്ല, നമ്മൾ നേരെ വീട്ടിലല്ലേ പോണേ. ആ വായിക്കാത്തന്നെ കയ്യിടറോ. നമ്മള് വീട്ടിലെത്തി, ഞാനും ചേച്ചിയൊക്കെ ആയിട്ട്. ഇനി നമ്മൾ ബാക്കി ഷോപ്പിംഗ് പരിപാടിയൊക്കെ ചെയ്യാൻ പോകണം. കുട്ടി ഷോപ്പിംഗ്, ബലൂൺ വാങ്ങിക്കണം, കേക്ക് വാങ്ങിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോസിലൊന്നും കാണിച്ചില്ല. ഇന്നലെ ആയിരുന്നു അതിൻ്റെ ഡെലിവറി. അപ്പം ഞാൻ ഈ വണ്ടി കാണിച്ചു തരാം. ഏതൊക്കെ ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഈ വേരിയൻറ്റിന് തൊട്ട് മുകളിലുള്ള വേരിയൻ്റാണ്, 3503 വേരിയൻ്റാണ്. കളർ വേറെ ഉണ്ടായിരുന്നില്ല. ഈ വേരിയൻറ്റിൽ ഒരുപാട് കളർ ഓപ്ഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എടുത്തു, നമ്മുടെ ആവശ്യം നടക്കണമല്ലോ. അങ്ങനെയാണ് എടുത്തത്. ഈ ഒരു ഹെൽമെറ്റും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുറച്ച് മാച്ചിങ് ആണ്, ഏകദേശം മാച്ചിങ് ആണ്. വേഗ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. അത്യാവശ്യം ഒരു ആവറേജ് നല്ലൊരു ഹെൽമെറ്റാണ്. നമുക്ക് സ്കൂട്ടറിൻ്റെ കൂടെ ഹെൽമെറ്റ് കിട്ടും, പക്ഷെ അത് അത്ര നല്ലതായിരിക്കില്ല, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം വണ്ടി കിട്ടുന്നതിന് മുന്നേ ഞാൻ ഹെൽമെറ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വണ്ടിയുടെ കൂടെയുള്ള എൻ്റെ ഫസ്റ്റ് ഡേ ആണ്. നമ്പർ വന്നിട്ടുണ്ട്, പക്ഷേ ഇനിയിപ്പം പോയി വയ്ക്കാൻ എനിക്ക് സമയമില്ല. നമ്പർ ആയിട്ടുണ്ട്. നമുക്ക് ഇന്നലെ വൈകിട്ട് നമ്പർ പ്ലേറ്റ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ നമ്പർ ഇടാതെ ഇറക്കിയത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ മോൻകുട്ടിനെ റബേക്കയ്ക്ക് അമ്മയുടെ അടുത്താക്കിയിട്ട് നമ്മൾ കേക്ക് വാങ്ങിക്കാനായിട്ട് പോവാണ്. നമ്മൾ ചിലപ്പം ഡെക്കറേറ്റ് ചെയ്തിട്ടായിരിക്കും അവരെ അമ്മയുടെ അടുത്ത് നിന്ന് വിളിച്ചുകൊണ്ട് വരണത്, അല്ലെങ്കിൽ അവരെ കൂടെ വിളിക്കുമായിരിക്കും. അവരോട് ഉണ്ടെങ്കിൽ കുറച്ച് ബഹളമായിരിക്കും. കേക്ക് വാങ്ങിക്കാനായിട്ട് നമ്മൾ നിശാന്തേട്ടൻ്റെ ബേക്കറിയിലാണ് വന്നിട്ടുള്ളത്. മിക്കപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറുള്ളതും. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത്. പൂങ്ങുമൂടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ബേക്കറിയാണ് അനാമിക ബേക്കറി. ഇവർക്ക് ഇവിടെ തന്നെ ബേക്ക് ഹൗസൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഒരു ഷവർമയും ഒരു പ്ലെയിൻ ഷാർജയും വാങ്ങിച്ചു. മുന്നേയൊക്കെ ഒരു ഷാർജയൊക്കെ മൊത്തത്തിൽ കുടിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഒരു പകുതി ആകുമ്പോഴേ മടുക്കും, അതുമല്ല ടെൻഷനും ആവും, ഇത്രയും മധുരം കഴിക്കുന്നുണ്ടല്ലോ എന്ന്. പിള്ളേരുള്ളപ്പോഴും നമ്മൾ മിക്കവാറും 4 പേരുള്ളപ്പം ഒരു ഷാർജയൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഷെയർ ചെയ്താണ് കുടിക്കാറുള്ളത്. എൻ്റെ ഇവിടുത്തെ ഫേവറേറ്റാണ് ഷവർമ. പിന്നെ ചിക്കൻ സാൻഡ്വിച്ചും ഉണ്ട്, അത് അടിപൊളിയാണ്. അത് നമ്മൾ പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, പക്ഷേ പാരൻസ് 2 പേരും ഗ്രാൻഡ് പാരൻസും ഒക്കെ ജോലിക്ക് പോകുന്ന ഫാമിലീസിലുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ടേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് പിന്നെ ഞാൻ നേരത്തെ ജോലി കഴിഞ്ഞ് ഇറങ്ങിയോണ്ടാണ് എനിക്ക് കൂടെ പോകാൻ പറ്റിയത്. അല്ലെങ്കിൽ ചിലപ്പം ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ് സമയത്തായിരിക്കും ഞാൻ എത്തുന്നത്. ചില ദിവസങ്ങൾ എനിക്ക് എത്താനും പറ്റാറില്ല. കഴിഞ്ഞ തവണ നമ്മുടെ റബേക്കയുടെ ബർത്ത്ഡേയുടെ ഒക്കെ അങ്ങനെയായിരുന്നു. എനിക്ക് അവളുടെ ബർത്ത്ഡേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നൈറ്റാണ് ഞാൻ പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് അവനൊരു ഷർട്ടും കൂടെ എടുത്തിട്ട് പോയി. നമുക്ക് നെയ്യാറ്റിൻകരയിലൊന്നും ഇന്ന് ഷോപ്പ് ഓപ്പൺ അല്ല, അതുകൊണ്ടാണ് പോകുന്ന വഴിക്ക് എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല എടുത്തത്, പക്ഷേ കണ്ടതിൽ ഓക്കെ ആയിട്ട് തോന്നിയ ഒരു ഷർട്ട് എടുത്തു. അപ്പോൾ ഏതാണ് എടുത്തതെന്നുള്ളത് അവൻ ഇട്ട് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗിഫ്റ്റ് പാക്കിംഗ് ആണ്, ഇതാണ് ഒരു ഗിഫ്റ്റ്. പിന്നെ ഈ ഒരു ചേച്ചി വാങ്ങിച്ച ഗിഫ്റ്റാണ്, ഇത് റബേക്ക വാങ്ങിച്ച ഗിഫ്റ്റാണ്. പിന്നെ അത് ഈ ഒരു ബെഡ്ഷീറ്റാണ്. ഇതെങ്ങനെ പുതിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് മുന്നത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ ഓൺ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ട് ഈ സെയിം ബെഡ്ഷീറ്റ്. അപ്പം ഈ ബർത്ത്ഡേക്ക് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത് ബെഡ്ഷീറ്റും ഒരു കുടുക്കയായിരുന്നു, നമ്മുടെ പിഗ്ഗി ബാങ്ക്. അപ്പം അത് വാങ്ങിച്ചു കൊടുത്ത്. പക്ഷേ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ അഡ്രസ്സ് മാറി ഇവിടെയാണ് ഓർഡർ ചെയ്തിരുന്നത്. എന്നാൽ അതിന് കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് അവൻ കണ്ടിട്ടില്ല, നമ്മുടെ കുടുക്കാറ് നേരത്തെ എടുത്തു. ഇങ്ങനെ ഗിഫ്റ്റ് പാക്ക് ചെയ്ത് കഴിഞ്ഞ് ബെഡ്ഷീറ്റ് പാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര പാടാണ്. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ വെച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മറ്റേ രണ്ടും പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഇനി ബാക്കി ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഇനിയാണ് ചെയ്യേണ്ടത്.
ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഒളിച്ചു വെച്ചു. മോങ്കുട്ടനും റബേക്കയും നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിയുന്നതിന് മുന്നേ ഇങ്ങോട്ട് വന്നു. അമ്മയും കൂടെ ഉണ്ടായിരുന്നു. റബേക്ക രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോങ്കുട്ടന് കൊടുക്കാൻ വേണ്ടി അവൾക്കും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങണം എന്ന്. അങ്ങനെയാണ് ആ ഒരു യെല്ലോ കാർ വാങ്ങിയത്. അവളും അത് കണ്ടിട്ടില്ല. നേരത്തെ കാണുവാണെങ്കിൽ അടിയും ബഹളമൊക്കെ ആവും. കുട്ടികളുള്ള വീട്ടിലുള്ളവർക്ക് അറിയാമായിരിക്കും. അമ്മ അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റബേക്ക പിന്നെ ഭയങ്കര ഫാസ്റ്റാണ്. അവൾ തന്നെ സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടോളും, അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്. അപ്പോൾ ഈ ഒരു ഷർട്ടാണ് നമ്മൾ അവന് വേണ്ടി വാങ്ങിച്ചത്. പുതിയ ഡ്രസ്. മോങ്കുട്ടൻ ജനിച്ചത് തൊട്ട് അവൻ്റെ 7th ബർത്ത്ഡേ വരെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസിനും ബിജു പാസ്റ്ററാണ് പ്രാർത്ഥിക്കാൻ വരാറുണ്ടായിരുന്നത്. എന്നാൽ റബേക്കയുടെ കഴിഞ്ഞ ബർത്ത്ഡേയുടെ വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. 3rd മെയിനായിരുന്നു. അന്നാണ് നമ്മൾ ലാസ്റ്റായിട്ട് ബിജു പാസ്റ്ററിനെ കാണുന്നതും. May 5th പാസ്റ്റർ മരിച്ചുപോയി. അത് നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇന്ന് ബിജു പാസ്റ്ററിൻ്റെ വൈഫാണ് പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത്. ഓ ഇല്ല, നമ്മളിവിടെ ബലൂൺ കെട്ടണതേ ഉള്ളൂ. To you, happy birthday. ഞാൻ വെച്ചു കൊടുത്തില്ലേ അവിടെ പോ. റബേക്കയും ചിക്കുവാവയും കൂടെ മോങ്കുട്ടൻ്റെ ഗിഫ്റ്റ് എടുക്കാൻ പോവാണ്. മോങ്കുട്ടന് പൊതുവേ ഈ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് സർപ്രൈസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കുട്ടികളും അങ്ങനെയാണോ എന്നറിയില്ല. പക്ഷെ ഇവന് ഗിഫ്റ്റുകൾ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് സർപ്രൈസുകൾ ഇഷ്ടമാണ്. അടുത്ത ഗിഫ്റ്റ് അടുത്ത് വരും. അടുത്ത ഗിഫ്റ്റ് കൊടുക്കോ. അടുത്ത രണ്ടും കൂടെ കൈ പിടിച്ചോ. ഓ അത് റബേക്കയുടെ ഗിഫ്റ്റ് പൊട്ടിയിട്ട് റബേക്ക തന്ന ഗിഫ്റ്റ്. അമ്മടാ അത് പിടിച്ചു ബൈൻഡ്. അതോ നീ അവന് കൊടുത്ത ഗിഫ്റ്റ് എന്ന്, നീ അവന് കൊടുത്ത ഗിഫ്റ്റ്. ആ പെൻസിൽ രണ്ടോറും കൂടെ ഉള്ളതാണ്.
കരിഷ്മ ആൻറ്റി തന്നെയാണ്. കേക്ക് കട്ടിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ഗിഫ്റ്റൊക്കെ മോങ്കുട്ടിന് ഇഷ്ടപ്പെട്ടു. പിന്നെ റബേക്കയ്ക്ക് മാത്രം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവൾക്ക് കിട്ടിയ ഗിഫ്റ്റാണോ അവന് കൊടുക്കാൻ വാങ്ങിയ ഗിഫ്റ്റാണോ എന്നുള്ളതിൽ. എന്താണെന്നാലും അതിലൊക്കെ അവർ കോംപ്രമൈസായി, രണ്ടുപേരും ഒരുമിച്ച് കളിച്ചോളും. ദിവസത്ത് ആയി നമ്മളിവിടെ കിടന്ന് ടി വിയിൽ എന്തെങ്കിലും കണ്ടിട്ട്. കുറേ ദിവസത്തിന് ശേഷമല്ലേ നമ്മളിവിടെ വന്ന് കിടക്കണത്. മോങ്കുട്ടിൻ്റെ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? മോങ്കുട്ടിന് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയണത്. ഇന്നലെ പിന്നെ വീഡിയോ ഫുൾ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ നൈറ്റ് പോയി ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. നെയ്യാറ്റിൻകരയിലുള്ളവർ യൂഷ്വലി TB ജംഗ്ഷൻ്റെ അവിടെ ആ ചന്തയുടെ അകത്ത് നിന്നായിരിക്കും ചിക്കനൊക്കെ വാങ്ങിക്കുന്നത്. നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ അങ്ങനെ വാങ്ങിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നൈറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കിട്ടൂല കേട്ടോ. നമ്മൾ TB ജംഗ്ഷനിൽ ആ വെറ്റിനറി ഫാർമസിയൊക്കെ വരുന്ന സ്ഥലമല്ലേ, അവിടെയാണ് ഒരു 11 മണി വരെ നമുക്ക് ചിക്കൻ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. പിന്നെ നമ്മൾ അവിടെ പോയി 10 മണിയൊക്കെ ആയി വാങ്ങിക്കാൻ പോയപ്പോൾ വാങ്ങിച്ചു. പിന്നെ എല്ലാം റെഡിയാക്കി കഴിച്ചിട്ടൊക്കെയാണ് കിടന്നപ്പം 12:30 കഴിഞ്ഞു. പക്ഷെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ ആയതുകൊണ്ടായിരിക്കും നേരത്തെ എണീറ്റു. നമ്മളെ വീട്ടിലായിരുന്നെങ്കിൽ എന്തായിരുന്നാലും ഒരു 10:30-11 മണി വരെ നമ്മൾ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇവിടെ വരുമ്പോൾ ഉള്ള പ്രശ്നം അതാണ്. ഈ റബയൊക്കെ നേരത്തെ എണീക്കും, എന്നിട്ട് നമ്മളെല്ലാവരെയും വിളിച്ചെണീപ്പിക്കും. ചേച്ചി, അവിടെ മരം നട്ടാ മതിൽ മറിയില്ലേ? ഏത് മരം നടന്നു? വെള്ളരിക്ക എത്രയും കാച്ചിട്ട് അതെന്തോ കടിച്ച് എലിയായിരിക്കും കടിച്ച്. നമുക്കൊരു ഇത് കിട്ടി ഏട്ടാ. വളവുമില്ല, വെള്ളമില്ല. നോക്കാത്. അവന്റെ ഏട്ട അങ്ങ് കൊണ്ടുപോയി. റബേക്ക അമ്മയുടെ കൂടെ ഈ ടൈൽസിനെ ആ ടൈൽസിനെ അതൊക്കെ അപ്പുറത്തെ സൈഡിൽ. വണ്ടികളെയൊക്കെ ചുമ്മാ ഇങ്ങനെ വെച്ച് നമ്മളൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. കിട്ടി. നീ മോളോട്ട് കൊണ്ടോ? ആ മോളിൽ തന്നെ ഇരിക്കണം. മോളിലോട്ടുണ്ടോ? റബേക്കയുടെ കയ്യിൽ ഒരു വീഡിയോ എടുക്കാൻ കൊടുത്താണ്. ഇപ്പോൾ റബേക്ക ഫോണും കൊണ്ട് ഓട്ടമാണ്.
വർക്കിംഗ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും, നമുക്ക് ചിലപ്പോൾ സെയിം ഡേ അത്രയും ടൈം സ്പെൻഡ് ചെയ്യാനും സെലിബ്രേറ്റ് ചെയ്യാനും ഒന്നും പറ്റൂലായിരിക്കും. എന്തായിരുന്നാലും നമ്മൾ ചെറിയൊരു സമയത്തിൽ ചെറുതായിട്ട് ചെയ്ത ഒരു കുഞ്ഞ് വീഡിയോ ആണ്, കുഞ്ഞ് പരിപാടിയാണ് മോങ്കുട്ടൻ്റെ ബർത്ത്ഡേ. ഓൾമോസ്റ്റ് എപ്പോഴും ബർത്ത്ഡേസ് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാനും ചേച്ചിയൊക്കെ ജോലി കഴിഞ്ഞ് വന്നിട്ടായിരിക്കും നമ്മൾ തട്ടിക്കൂട്ടുന്നത്. മോങ്കുട്ട ഹാപ്പി ആയിരുന്നു അല്ലേ? സാഡായിരുന്നു. മോങ്കുട്ടിന് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. ചുമ്മാ അവൻ കള്ളം പറയണതാണ്. ഇന്നലെ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അവൻ ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ ഹാപ്പി ആയിരുന്നു. അപ്പം എന്തായാലും നമ്മുടെ മോങ്കുട്ടന് ഹാപ്പി ബർത്ത്ഡേ ഒന്നുകൂടെ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഹാപ്പി ബർത്ത്ഡേ. ഇന്നലെയായിരുന്നല്ലേ ഹാപ്പി ബർത്ത്ഡേ? ഞാൻ 12 മണിക്ക് കട്ട് ചെയ്തെന്നാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ബൈ ബൈ ബൈ. ബൈ ബൈ.